ഈ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ കൂപ്പുകുത്തി സ്വകാര്യ ബസ് മേഖല. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച് ഒരു മാസം തികയുമ്പോഴേക്കും സംസ്ഥാനത്ത് സ്വകാര്യ ബസ് മേഖലകളുടെ നഷ്ടം 60 കോടി രൂപയാണ്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, കോടികളുടെ കണക്കാണ് നഷ്ടമായി അവർക്ക് പറയാനുള്ളത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള സർക്കാരിനോടുള്ള അവരുടെ ചോദ്യമാണ്. കാരണം അവർക്കും ഒരു പോംവഴി വേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു പദ്ധതി വിജയകരമായി അപ്പുറത്ത് നടപ്പാക്കാൻ കഴിയുമ്പോൾ പോലും ഒരു പ്ലാനിങ് വേണമായിരുന്നല്ലോ, മറ്റൊരു തൊഴിലാളികളെയും കാണണമായിരുന്നല്ലോ എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്. രോഷ്നി ചോദിച്ച ഈ ആശങ്ക തന്നെയായിരുന്നു ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുമ്പോൾ ഈ സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഉണ്ടായിരുന്നത്. അവർ പലതവണ പറഞ്ഞതാണ് ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സംവിധാനം നടപ്പാക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ സ്വകാര്യ ബസ് മേഖലയാണ്. നിരവധി തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ കൃത്യമായി തന്നെ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പദ്ധതികളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നുള്ളത്. പക്ഷെ അത് ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്വകാര്യ ബസ് മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായിരിക്കുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ KSRTCയിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ട് ഒരു മാസം തികയുകയാണ്. ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം നിലവിൽ സ്വകാര്യ ബസ് മേഖലയ്ക്ക് നഷ്ടം സംസ്ഥാനത്ത് 60 കോടി രൂപയാണ് എന്നുള്ളതാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. അതായത് പ്രതിദിനം 2 കോടി മുതൽ 2.5 കോടി രൂപ വരെ ഓരോ ദിവസവും സ്വകാര്യ ബസ് മേഖലയ്ക്ക് നഷ്ടം ഉണ്ടാവുന്നു. പാലക്കാട് ജില്ലയുടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതുവരെ ഈ ഒരു മാസം തികയുമ്പോഴേക്കും ഏകദേശം 100ഓളം ബസ്സുകളാണ് നിലവിൽ സർവീസ് നിർത്തി കട്ടപ്പുറത്തേക്ക് കയറ്റി ഇട്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം സർവീസുകളും സ്വകാര്യ ബസ്സുകളും അവരുടെ ഈ സർവീസുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്, ട്രിപ്പുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പാലക്കാട് തൃശ്ശൂർ റൂട്ടിലെല്ലാം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ അവർ ഈ ടോളിന്റെ നിരക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ആ തുക നൽകാൻ കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ ടോൾ എത്തുമ്പോഴേക്കും ആ സർവീസ് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം അത്രയും വല്ലാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കാണ് അവർ ഈ സ്വകാര്യ ബസ് മേഖല പോയിരിക്കുന്നത്. ഈ 100ഓളം ബസ്സുകൾ കട്ടപ്പുറത്ത് പാലക്കാട് ജില്ലയിൽ മാത്രം കയറ്റിയിട്ടു എന്ന് പറയുമ്പോൾ ഏകദേശം 300ഓളം തൊഴിലാളികൾക്ക് നേരിട്ട് തന്നെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ കുടുംബങ്ങളെല്ലാം ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ബസ് ഉടമകൾ പറയുന്നത് തങ്ങൾക്ക് ഈ സാമ്പത്തിക നഷ്ടം അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. തങ്ങൾക്ക് ബസ് സർവീസ് നിർത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഈ ബസ് സർവീസ് നിർത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ കണക്കുകൾ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഒരു ദിവസം 2 മുതൽ 2.5 കോടി രൂപ വരെയാണ് സ്വകാര്യ ബസ് മേഖലയ്ക്ക് നിലവിൽ നഷ്ടമുണ്ടായിരിക്കുന്നത്. അതായത് നിലവിൽ ഇന്ന് വരെ, അതായത് ഈ ജൂലൈ 13 വരെ കണക്കാക്കുമ്പോൾ ഏകദേശം 60 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ തങ്ങളെ സംരക്ഷിക്കാൻ, ഈ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണമായും സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ കട്ടപ്പുറത്ത് കയറ്റിയിടേണ്ട സ്ഥിതിയിലേക്ക് മാറുമെന്നാണ് അവർ വലിയ രീതിയിലുള്ള ആശങ്കയായി ചോദിക്കുന്നത്. ശരി ഇക്ബാൽ.